സംസ്ഥാനത്തെ ബാർ വ്യവസായം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുകൂടി അറിയേണ്ടതുണ്ട്. ബാർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ലാഭകരമായി മുന്നോട്ട് പോയിരുന്ന ബാർ വ്യവസായത്തിന് മുകളിൽ ഇടുത്തി പോലെ വന്ന് വീണ വിഷയമായിരുന്നു ബാർ കോഴ വിവാദം. സംസ്ഥാനത്തെ ഭൂരിഭാഗം ബാറുകൾക്കും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് പൂട്ടുവീണു. പിന്നീട് ഈ ബാറുകളിൽ പലതും തുറന്നെങ്കിലും കോവിഡ് കൂടി എത്തിയതോടെ പ്രതിസന്ധി ഇരട്ടിച്ചു എന്നാണ് ബാർ ഉടമകൾ പറയുന്നത്. LDF സർക്കാർ വന്നിട്ട് അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അവർ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞു 3 and above ഹോട്ടലുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓരോരുത്തരും 5 കോടി രൂപ മുതൽ 10ഉം 15 കോടി രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്താണ് അത് 3ലേക്കും 4ലേക്കും അപ്ഗ്രേഡ് ചെയ്തത്. 2.5-3 വർഷം അടഞ്ഞു കിടന്നതിന് പുറമെ വീണ്ടും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും അത് കെട്ടിയെടുക്കാൻ വേണ്ടി പിന്നെ ഒരു 2 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഈ വ്യവസായത്തിൽ 5-6 വർഷക്കാലം ലോസ് ഉണ്ടായിട്ടാണ് ഈ വ്യവസായം ആരംഭിക്കുന്നത്. ഭാരിച്ച ചിലവാണ് ബാർ നടത്തിപ്പിന് വേണ്ടി വരുന്നത്. 2017 2.5 ലക്ഷം രൂപ വിറ്റു എന്ന് പറയും. ഇന്ന് വിൽക്കുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ എന്നാണ് അന്ന് 2.5 ലക്ഷം രൂപ വിൽക്കുന്നത്. ഇന്നത്തെ തമ്മിൽ വ്യത്യാസം. എത്രയോ ടാക്സ് വർദ്ധിച്ചിട്ടാണ് ആ മാർജിനിൽ ഇന്ന് വിൽക്കുന്നത്, ഇതിനേക്കാൾ കുറച്ച് വിൽക്കുന്നത്. 8-10 ആളുകൾ കൂടിയിട്ട് ഒരു ബാർ തുടങ്ങുക. അവർക്ക് ഇതിനകത്ത് ലാഭവും നഷ്ടവും നോക്കിയിട്ടൊന്നുമല്ല. സ്ഥാപനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ കച്ചവടം 1 ലക്ഷം രൂപ, മറ്റവനും 1 ലക്ഷം കിട്ടുള്ളൂ. അപ്പോൾ 2 പേർക്ക് ഇതുകൊണ്ട് ഗുണമില്ലാതെ എത്രയോ ഹോട്ടലുകളാണ് ഇന്ന് കച്ചവടം ചെയ്യാനിട്ടിരിക്കുന്നത്. എത്രയോ ബാർ ഹോട്ടൽ വിൽക്കാനിട്ടിരിക്കുകയാണ്. ബാറുകളിലേക്കുള്ള യുവാക്കളുടെ വരവ് കുറഞ്ഞത് നല്ല കാര്യമാണെങ്കിലും സംസ്ഥാനത്തെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വർധനവ് ഞെട്ടിപ്പിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനം ഏറ്റവും ചെറിയ ചെലവിൽ നല്ല ലഹരി കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അതിലേക്ക് പോയി. ഇപ്പം ബാറുകളിൽ വന്ന് നോക്കിയാൽ നിങ്ങൾ ഏത് ബാറിൽ വേണമെന്ന് നോക്കിയോളൂ, 45-50 വയസ്സിന് താഴോട്ടുള്ള ഒരാളെയും കാണാൻ കഴിയില്ല. ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങളാണ് ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. സംസ്ഥാനത്തെ ബാർ വ്യവസായം വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ അതിന്റെ പ്രത്യാഘാതം കേരളത്തിന്റെ സമൂഹത്തിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ബാർ ഉടമകൾ പറയുന്നത്. മയക്കുമരുന്നിന്റെ അടക്കം ഉപയോഗം കുറച്ചുകൊണ്ടുവരണമെങ്കിൽ ബാർ വ്യവസായത്തെ വീണ്ടും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അവരുടെ നിലപാട്.